സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കളുടെ പെൻഷൻ മുടങ്ങിയേക്കാം. വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബിൽ കാണുന്നവർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. സംസ്ഥാന ബജറ്റിൽ അതായത് ജനുവരി മാസം 29-ാം തീയതി നടക്കുന്ന ബജറ്റിൽ വീണ്ടും പെൻഷൻ വർധനവിനെ കളമൊരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. 2000 രൂപയാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് പെൻഷനായി ലഭിക്കുന്നത്. ഈ ഒരു തുക നവംബർ മാസത്തിൽ വർദ്ധിപ്പിച്ചതാണ്. എന്നാൽ ഇത് കൂടാതെ തന്നെ വീണ്ടും ഒരു പെൻഷൻ വർധനവ് 2500 രൂപ വരെയുള്ള ഒരു വർധനവാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതുമാത്രമല്ല, അർഹതയുള്ള വ്യക്തികളെ കൃത്യമായിട്ട് കണ്ടെത്തി ആനുകൂല്യം എല്ലാ മാസങ്ങളിലും ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട്. പെൻഷൻ ലഭിക്കാൻ സർക്കാർ പറയുന്ന കുറച്ച് മാനദണ്ഡങ്ങൾ കൂടി പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ വീട് 2000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ ആവാനായിട്ട് പാടില്ല. ഗുണഭോക്താവിന്റെ പേരിൽ 4 ചക്രവാഹനം, അത് 1000 cc മുകളിൽ വരുന്ന എഞ്ചിൻ കപ്പാസിറ്റി ഉള്ള വാഹനം ഉണ്ടാവാനായിട്ട് പാടില്ല. സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കാർ പോലുള്ള വാഹനങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഇതുകൂടാതെ വീട്ടിൽ AC പോലുള്ള വസ്തുക്കളും ഉണ്ടാകാൻ പാടില്ല. അതൊരു ആഡംബര വസ്തുവായാണ് കണക്കാക്കുന്നത്. അതുമാത്രമല്ല, കുടുംബ വാർഷിക വരുമാനം, വിവാഹിതരായ മക്കൾ ഒഴിച്ചുള്ള മറ്റെന്തെല്ലാം സ്രോതസ്സുകളിൽ നിന്നാണ് വരുമാനം കൃത്യമായിട്ട് വരുന്നത് അത് കണ്ടെത്തി അങ്ങനെ വരുമ്പോൾ 1 ലക്ഷം അതിനു മുകളിൽ വരുമാനം എത്താൻ പാടില്ല. അപ്പോൾ ഇതാണ് കുറച്ച് പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷനൊക്കെ വാങ്ങുന്ന വ്യക്തികൾ ശ്രദ്ധിക്കുക. ഇതുകൂടാതെ ഈ ഒരു പെൻഷൻ ആനുകൂല്യം മുടങ്ങാതിരിക്കുന്നതിനു വേണ്ടി സർക്കാർ കൃത്യമായി അറിയിക്കുന്ന രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട്. ഈ സമയത്താണെങ്കിൽ വിധവാ പെൻഷൻ വാങ്ങുന്നവർക്കും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്കും നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയമാണ്. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നാളിതുവരെ ഇത് സേവനയിൽ അപ്ലോഡ് ചെയ്യാത്തവരോട് ഇത് സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. ഈ ഒരു നിർദ്ദേശം ലഭിച്ചവർ അതും കൂടെ സമർപ്പിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ സർക്കാർ പറയുന്ന രേഖകളൊക്കെ സമർപ്പിച്ചാൽ മാത്രമേ വരും മാസങ്ങളിൽ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക.